മായയുടെ മുഴുവൻ പേര് മായാവി. മായാവി. യെസ്. അപ്പോൾ ആള് മായാവിയാണ്. ഇനീഷ്യൽ വി ആണ്. വിജയലക്ഷ്മി ഞാൻ കുറെ കാലം കൊണ്ട് മായാവി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. മായ ലോ അക്കാഡമിയിലാണ് പഠിച്ചത്. അതെ. LLM കഴിഞ്ഞു. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അവിടെ ഫാക്കൽറ്റിയാണ്. അവിടെ ലോ അക്കാഡമിയിലെ ജേർണലിൻ്റെ സെക്ഷനിലും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ലോ അക്കാഡമി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അക്കാഡമി ലോ ജേർണലിൻ്റെ എഡിറ്റിംഗ് സെക്ഷനിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നൃത്തം കുഞ്ഞുനാളിലെ തന്നെ അഭ്യസിക്കുന്നു, ഇപ്പോഴും തുടരുന്നു. പഠിപ്പിക്കുകയും ചെയ്യുന്നു. പഠിപ്പിക്കൽ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് നടക്കുന്നില്ല. ബാക്കി വർക്കിൻ്റെ ആ ഒരു ആ ടൈം ടേബിൾ കാരണം പഠിപ്പിക്കൽ നടക്കുന്നില്ല. എന്നാലും പരിപാടികൾ ചെയ്യുന്നുണ്ട്. തിരുവാതിരക്കളിയിൽ ഗവേഷണം നടത്തുന്നു. അതും പാതി വഴിക്ക് വെച്ച് മുറിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. തുടരാൻ സാധിച്ചില്ല. ഇനി അതൊന്നും കൂടി പൊടി തട്ടിയെടുക്കണം. പക്ഷേ ഇതിനെക്കാട്ടിലുമൊക്കെ ഉപരിയായി ഞാൻ ക്ലാപ്പ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകയൊക്കെ ആണെന്ന് പറയാനായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ കോൾ ഫോർ ലീഗൽ അവെയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. അതിൻ്റെ ചുരുക്കപ്പേരാണ് ക്ലാപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ബഡിങ് സ്റ്റേജ് കോൾ ഫോർ ലീഗൽ അവെയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. നിയമബോധനത്തിൻ്റെയും നിയമബോധവൽക്കരണത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന പ്രസ്ഥാനം. അത് ഗംഭീരമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ്. കഴിയുന്നതും അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. തീർച്ചയായും തീർച്ചയായും. ചുറ്റുമുള്ള വാർത്തകളൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും. 2 ദിവസം മുമ്പുള്ള പത്രവാർത്തയിൽ തന്നെ ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ വാർത്ത പുറത്തു വന്നു. നിരവധി. അതിലല്ല ഞാൻ പറഞ്ഞു, 2 ദിവസം മുമ്പെന്ന് പറയുന്നത് ഈ ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് വന്ന വാർത്ത എന്ന് പറയുന്നത് അച്ഛൻ നിരന്തരമായി പീഡിപ്പിച്ച കുട്ടിയുടെ അമ്മ വേദനയാണ്. അതെ. അതിനും 2 വശമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുമല്ലേ? പ്രതീക്ഷിക്ക് എന്ത് തോന്നുന്നു അങ്ങനെ? കാര്യം അമ്മ അച്ഛനെ കൊലപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അതിനും 2 വശം പിടിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ഇടയിലുള്ളത്. ശരിയായെന്നും അല്ല എന്നുമുള്ള. അല്ല, കൊലപാതകം എന്നത് ഒരു കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ നിയമത്തിൻ്റെ അല്ലെങ്കിൽ സാങ്കേതികമായ കാര്യങ്ങളുടെ അതൊക്കെ നിങ്ങളാണ് അതിൻ്റെ എക്സ്പെർട്ടുകൾ. പക്ഷേ അതിനപ്പുറം എന്നെപ്പോലൊരു സാധാരണ മനുഷ്യൻ അതിനെ നോക്കിക്കാണുമ്പോൾ ഒരു അമ്മയുടെ ഏറ്റവും വലിയൊരു ദശാസന്ധിയുടെ നടുവിലാണത്, അല്ലേ? സ്വന്തം കുഞ്ഞിൻ്റെ ജീവിതത്തിനോടൊപ്പം പിന്നീട് വരുന്ന തൻ്റെ തടവറയുമോ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയോ ഒന്നും അല്ലല്ലോ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. തീർച്ചയായും. മനുഷ്യരിൽ മാത്രമല്ല, കോഴിയിൽ പോലും, അല്ലേ? അപ്പം അതുകൊണ്ട് നിയമം കാണുന്നതിനും അപ്പുറം മനുഷ്യൻ കാണുന്ന ചിലതുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു. പണ്ട് അശ്വമേധത്തിലൊരു എപ്പിസോഡിൽ ഞാൻ ഒരു മത്സരാർത്ഥി മനസ്സ് വിചാരിച്ച പേര് അന്ന് വാർത്താ പ്രാധാന്യമുള്ളത് കൊണ്ട് അംഗീകരിക്കപ്പെട്ടതാണ്. അന്നത്തെ ആ ദിവസമായതുകൊണ്ടാകാം. ശ്രീ ബാബു ഭരദ്വാജ് ജൂറി ആയിരുന്നു. അദ്ദേഹം അംഗീകരിച്ച ഒരു പേര് ഞാൻ കണ്ടെത്തി. പക്ഷെ കണ്ടെത്തിയപ്പോൾ അത് 2002 അശ്വമേധത്തിൻ്റെ ആദ്യകാലം. ഞാൻ ആ ഫ്ലോറിൽ കരഞ്ഞു പേര് പറഞ്ഞപ്പോൾ. ഉള്ളിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ പറയേണ്ടി വന്നു. അത് ആ കുട്ടിയുടെ പേര് കൃഷ്ണപ്രിയ എന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ ക്രൂരമായ റേപ്പിന് വിധേയനാക്കിയ മനുഷ്യൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അയാളെ വെടിവെച്ച് കൊന്ന അച്ഛൻ ശങ്കരനാരായണൻ എന്നാണ് അയാളുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് മലപ്പുറം ബോർഡറിലാണ്. അപ്പോൾ അടിസ്ഥാനപരമായി മകൻ അല്ലെങ്കിൽ മകൾ, കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാര്യം, കരുതലാണ്. എന്തോ എങ്കിൽ പോലും നിയമത്തിൻ്റെ വഴിക്ക്, അല്ലേ? ഒപ്പം മായ സംസ്ഥാന പുരസ്കാരം നേടിയ അവതാരകയാണ്. അതെ. 2018 പരിപാടിക്ക് 2019 അവാർഡ് കിട്ടുന്നത്. മോർണിംഗ് ഷോയുടെയും ആങ്കറായിരുന്നു ദൂരദർശൻ. സുദിനം മോർണിംഗ് ഷോയുടെ 4 വർഷത്തോളം തുടർച്ചയായിട്ട് മോർണിംഗ് ഷോയുടെ അവതാരകയായിരുന്നു. ഇപ്പോൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നു. പാട്ട് പാടുമല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ പാടുമെന്നാണ്. രണ്ടുപേരും പാടി റിലാക്സ് ചെയ്തിട്ട് ആദ്യ റൗണ്ടിലേക്ക് പോകാം. കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട വർഷമാണ്. അപ്പോൾ അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, എന്നാലും അമ്മ ഒടുവിൽ പാടിക്കേട്ട ഒരു പാട്ടാണ്. ഞാനതൊന്നിവിടെ. ചന്ദ്രൻ്റെ പ്രഭയിൽ ചന്ദനമഴയിൽ സുന്ദരരാവിൻ പുഞ്ചിരിയിൽ, ചന്ദ്രൻ്റെ പ്രഭയിൽ ചന്ദനമഴ
സുന്ദരരാവിൻ പുഞ്ചിരിയിൽ മറന്നു നമ്മൾ മണ്ണും വിണ്ണും പ്രാണസഖി ചന്ദ്രൻ്റെ പ്രഭയിൽ ചന്ദനമഴയിൽ സുന്ദരരാ